അപ്പോൾ ഹലോ ഗൈസ്, എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് ഒന്നും കൂടി സ്വാഗതം. അപ്പോൾ കുറേ നാളെ നമ്മളൊരു വീഡിയോ ഒക്കെ ലോങ് വീഡിയോ ഒക്കെ ചെയ്തിട്ട് ഇനിയിപ്പോൾ വെക്കേഷനാണല്ലോ, അപ്പോൾ ഇഷ്ടംപോലെ സമയം ഇങ്ങനെ ഫ്രണ്ടിൽ നീണ്ടുന്നിരുന്ന് കിടപ്പുണ്ട്. അപ്പോൾ ഇനി കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോസൊക്കെ ഇടാൻ നോക്കാം. എക്സാം ആയപ്പോൾ ചെറുതായിട്ടൊന്ന് ഡിലേ ആയി പോയി. എന്തായാലും അങ്ങനെ വെക്കേഷൻ ആയിട്ടുണ്ട്. വെക്കേഷൻ്റെ ആദ്യത്തെ ദിവസം തന്നെ ഏറ്റെടുത്തിരിക്കുന്ന പ്രധാന ടാസ്ക് എന്ന് വെച്ചാൽ റൂം ക്ലീനിങ് ആണ്. അതും വേറൊരു ക്ലീനിങ് അല്ല, ഒരു എക്സ്ട്രീം ഡീപ്പ് ക്ലീനിങ്, ഒരു മേക്ക് ഓവർ എന്നൊക്കെ പറയാവുന്നൊരു ക്ലീനിങ് ആണ്. അങ്ങനെ ക്ലീൻ ചെയ്ത് വരുമ്പോൾ നമ്മുടെ പഴയ ബുക്കുകളെല്ലാം ഒരു ചാക്കിലോട്ട് മാറ്റി എന്നിട്ട് നമ്മളിത് കൊടുക്കും. എന്നിട്ട് ഇപ്പോഴത്തെ എൻ്റെ 10ലെ 9ലെ ഇപ്പോൾ വെച്ചിട്ടുണ്ട്. ആ ഇടയ്ക്ക് കിട്ടിയതാണ് എൻ്റെ 6ാം ക്ലാസ്സിലെ മാത്സ് ടെക്സ്റ്റ് ബുക്ക്. ഇതൊക്കെ കണ്ടപ്പോൾ കുറച്ച് നൊസ്റ്റാൾജിയൊക്കെ അടിച്ചു. ഈ കാണുന്ന ഷെൽഫിലാണ് നമ്മൾ ബുക്കൊക്കെ വെക്കാറ്. അങ്ങനെ ഘോരമായ പരിശ്രമത്തിനൊടുവിൽ ഇവിടെ ക്ലീനിങ് പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ കേട്ടത് വേറൊന്നുമല്ല. ഒന്നാമതെന്ന് വെച്ചാൽ ഒരു സ്കെയിൽ കിട്ടിയതാണ്. അതായത് ഇവിടെയാണെങ്കിൽ കുറേ സ്കെയിൽ വാങ്ങും, പക്ഷേ അതൊക്കെ അടുപ്പിച്ചടുപ്പിച്ച് കാണാതെ പോകും. അവസാനം പരീക്ഷ സമയമാകുമ്പോൾ ഒന്നും കാണില്ല. അങ്ങനെ കിട്ടിയതാണ് ഒരു സ്കെയിൽ. പിന്നെ കാണാതെ പോയി ഗ്രീറ്റിംഗ് കാർഡ്, അങ്ങനെ ഇത് ഒതുക്കുമ്പോൾ കുറേ സാധനങ്ങൾ കിട്ടും. പിന്നെ അതിനിടയ്ക്ക് ചത്തു പോയൊരു പാറ്റയുടെ ഡെഡ് ബോഡി, ഇങ്ങനെ കുറേ സാധനങ്ങൾ ഇതിനകത്ത് നിന്ന് കിട്ടി. അങ്ങനെ അത്യാവശ്യം സ്പേസൊക്കെ ഉണ്ടാക്കിയെടുത്തതിന് ശേഷം എൻ്റേത് 10ാം ക്ലാസ്സിലെ ബുക്കൊക്കെ അതിനകത്തോട്ട് കയറ്റാൻ വേണ്ടി പോവുകയാണ്. അങ്ങനെ കുറേ ലേബറിൻ്റെ ആ കളക്ഷൻ എല്ലാം കിട്ടി. പിന്നെ എന്തിനാണെന്ന് പോലും അറിയാതെ കുറച്ച് പ്രിൻ്റ് ഔട്ടൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതൊക്കെ ശരിക്കും നേരെ ഉപയോഗിച്ചെന്ന് വെച്ചാൽ എവിടെ നിന്ന് ഉപയോഗിച്ചിട്ടൊന്നുമില്ല. പിന്നെ ഹാൾ ടിക്കറ്റ്, ഇതിന് ഈ ചവറുകുന്നിൻ്റെ ഇടയിൽ ഇരുന്നാൽ ആവശ്യം വരുമ്പോൾ കാണാതെ പോകും. അതുകൊണ്ട് അതിനെ ഞാൻ മേളിക്കൊണ്ട് വെച്ചു. പിന്നെ അടുത്ത് ഒരു വാട്ടി സിനിമ ബാഗ് പോലെയാണ്. അമ്മ ഇരുന്ന് അരിച്ച് പറക്കിയപ്പോൾ എൻ്റെ 9ലെ 8ലെയോ എന്തോ മറ്റേ കൺസെഷൻ കാർഡ്, അങ്ങനെ കുറേ സാധനങ്ങൾക്ക് ഇതിനകത്തുനിന്ന് കയറി. കുറേ ചവറ്, അത് ഇതൊക്കെ. പിന്നെ കുറേ ക്വസ്റ്റ്യൻ പേപ്പർ, ഇതെല്ലാം ഒന്ന് അടുക്കി പറക്കി ഒതുക്കി സെറ്റാക്കാൻ പോവാണ്. അങ്ങനെ വിത്ത് ദ ഹെൽപ്പ് ഓഫ് മമ്മി ആ ഒരു ബുക്ക് ഷെൽഫ് ക്ലീൻ ചെയ്തു. പിന്നെ അതിൽ നിന്ന് കിട്ടിയ വേസ്റ്റ് എല്ലാം തൂത്തുകൂട്ടി അരിച്ച് പറക്കി കളഞ്ഞിട്ട് നമ്മൾ അടുത്ത ദിവസം ബാക്കി ക്ലീനിങ്ങിലേക്ക് പോവാണ്. അപ്പോൾ ഇന്നാണ് നമ്മുടെ ക്ലീനിങ് ഡേ 2 എന്ന് പറയുന്നത്. അപ്പോൾ ആ ബുക്ക് ഷെൽഫ് ഒതുക്കിയപ്പോൾ തന്നെ ബുക്കെല്ലാം എടുത്ത് വെച്ചപ്പോൾ തന്നെ ഏറെക്കുറെ കുറേ സ്ഥലം കിട്ടി. പിന്നെ ബാക്കി വന്ന ചവറാണ് ഇതൊക്കെ. ഇതിപ്പോൾ എൻ്റെ മേശ വലുതും ആ കൊച്ച് അവളുടെ മേശയാണ്. അപ്പോൾ ഇനി ഇത് രണ്ടും ഒതുക്കാനാണ് അടുത്ത പരിപാടി. അങ്ങനെ ഇതും കൂടെ ആകുമ്പോൾ ഏകദേശം കംപ്ലീറ്റ് ആവും. പിന്നെ ഡെസ്കൊക്കെ നേരെ തുടച്ച് വൃത്തിയാക്കി. പിന്നെ ഈ ഇടയ്ക്കെന്തോണ് ആ തുണി കഴുകിയത്, അതുകൊണ്ട് കഴുകാനൊന്നും പോയില്ല. അങ്ങനെ പിന്നെ അതൊക്കെ എടുത്ത് വിരിച്ച് സെറ്റാക്കി. പിന്നെ ബുക്കൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇപ്പോൾ മേശ നല്ല ഒഴിഞ്ഞിരിക്കും. 2 മാസം വരെ ഇങ്ങനെ ഇരിക്കുള്ളൂ. അത് കഴിഞ്ഞാൽ പിന്നെ ഇനി അടുത്ത ബുക്ക് വരുമ്പോൾ അതെല്ലാം ഇവിടെ നിറയും. അങ്ങനെ പിന്നെ ഓരോരോ സാധനങ്ങളായിട്ട് അറേഞ്ച് ചെയ്ത് കൊടുക്കുമായിരുന്നു. പിന്നെ അടുത്ത പ്രശ്നം വെച്ചാൽ ഇത് എവിടെ വെക്കണം, അവിടെ വെക്കണം, ഇവിടെ വെക്കണം എന്നുള്ള കുറേ നേരത്തെ കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. പിന്നെ എങ്ങനെയൊക്കെ അറേഞ്ച് ചെയ്ത് വെച്ചു. ഇന്നലത്തെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഇന്ന് വളരെ പെട്ടെന്ന് പണി തീർന്നു എന്ന് വേണം പറയാനായിട്ട്. കാര്യം പ്രത്യേകിച്ചൊന്നും ഈ 2 മേശ മാത്രമേ ഒതുക്കാനുണ്ടായിരുന്നുള്ളൂ. പിന്നെ എൻ്റെ ഈ വാൾ ഗ്രിഡ് എങ്ങനെയുണ്ട്, എസ്തെറ്റിക് ആയിട്ടില്ലേ? കഴിഞ്ഞ ദിവസം ഞാനും എൻ്റെ ഫ്രണ്ട്സും കൂടെ ഒന്ന് ഔട്ടിങ്ങിന് പോയപ്പോൾ എൻ്റെ ഫ്രണ്ട് തന്നതാണ് ആ 2 പോളറോയിഡ്സ്. അങ്ങനെ അതൊക്കെ വെച്ച് ഞാൻ എല്ലാവർക്കും ഒന്ന് സെറ്റാക്കിയിട്ടുണ്ട്. ഇനിയിപ്പോൾ അടുത്ത പരിപാടി എന്ന് വെച്ചാൽ ബാക്കിയുള്ള ചവറൊക്കെ ഒന്ന് തൂത്ത് ക്ലീനാക്കുക. അതിൻ്റെ ഇടയ്ക്ക് ഒരു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് കൂടെ ആകുമ്പോൾ ചെയ്യാനൊക്കെ ഒരു ഇൻട്രസ്റ്റ് വരും. അപ്പം എങ്ങനെയുണ്ട് നമ്മുടെ ബെഡ് ട്രാൻസിഷൻ. അപ്പോൾ ബാക്കി വന്ന ചവർ ഇത്രയാണ്. പിന്നെ കട്ടിലിൻ്റെ അടിയിലൊക്കെ ഒന്ന് തൂത്ത് വൃത്തിയാക്കി. അത്രയൊക്കെ തന്നെ ഉള്ളൂ. പണികളെല്ലാം തീരാറായിരിക്കുന്നു. പിന്നെ ഈ കാണുന്ന ഷൂ, ഇത് വാങ്ങിച്ചിട്ടിപ്പോൾ 3 വർഷമായി. 8ാം ക്ലാസ്സിൽ വാങ്ങിച്ചതാണ്. എന്നിട്ട് ഞാൻ ആദ്യം ഇത് എത്ര വട്ടം ഇട്ടുവെന്ന് ചോദിച്ചാൽ ഒരു 3-4 വട്ടം എന്ത് ഇട്ടിട്ടുള്ളൂ. ഇതിന് ചൊല്ലി ഇപ്പോഴും എനിക്ക് അമ്മയിരുന്ന വഴക്ക് കിട്ടും, വെറുതെ വാശി പിടിച്ച് വാങ്ങിച്ചെന്ന് പറഞ്ഞിട്ട്. എന്തായാലും അതൊക്കെ പോട്ടെ, അതൊക്കെ പഴയ കാര്യം. നമ്മുടെ റൂം ക്ലീനിങ്ങിൻ്റെ ഫൈനൽ ലുക്ക് എങ്ങനെയുണ്ടെന്ന് പറയാം. പിന്നെ ആദ്യം പറയാമല്ലോ, 2 മാസം മാത്രമേ ഈ ക്ലീനിങ്ങിന് വാലിഡിറ്റി ഉള്ളൂ. അതായത് കൂടുതൽ കാലം ഇരുന്നാൽ അത്രയും നല്ലത്. പക്ഷെ അങ്ങനെ ഇരിക്കാൻ ചാൻസ് ഇല്ല. കാര്യം ഇനിയിപ്പോൾ ബുക്കൊക്കെ വരുമ്പോൾ അടുത്തൊക്കെ ആകുമ്പോൾ എല്ലാം പഴയ പോലെ ആകും. അപ്പോൾ നമ്മുടെ വ്ളോഗ് ഇന്നത്തെ ഇത്രേ ഉള്ളൂ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. സോ ബൈ.